ഇന്ന് KLFിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഈ ദിവസം നമ്മൾ തുടങ്ങുന്നത് കുറ്റിച്ചിറ ബിരിയാണി കഴിച്ചുകൊണ്ടാണ്. ഏകദേശം ഒരു 12 മണിക്ക് ഞങ്ങളവിടെ ലൈൻ നിൽക്കാൻ തുടങ്ങിയെങ്കിലും ഒരു 1:30 ആയപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. താഴെയും മുകളിലൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് പേര് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. വെയിറ്റിങ്ങിന് ആ ബിരിയാണി വെറുത്തുമാണ് കേട്ടോ. അവിടുന്ന് നേരെ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ കൂടെ നടന്ന് KLFിൻ്റെ വെന്യൂവിലെത്തിയപ്പോഴത്തേക്ക് ഒരുവിധം ഞങ്ങൾ ടയേർഡായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് വൈഷ്ണവി കൂടെ ഉണ്ട്. സ്റ്റോറിക്ക് റിപ്ലൈ തന്നപ്പോഴാണ് അവളിവിടെ പഠിക്കുന്ന കാര്യം ഞാനും ആലോചിച്ചത്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അപ്പോൾ KLF എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നല്ല വെയിലും ഉച്ചയ്ക്കത്തെ നല്ല ഹെവി ബിരിയാണിയും കൂടെ നല്ല തിരക്കും ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുവിധം മടുത്തു കഴിഞ്ഞു. ഇംഗ്ലീഷ് ബുക്സിനും മലയാളം ബുക്സിനും ഒക്കെ വേറെ വേറെ സ്റ്റോളുകൾ DC ബുക്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടിലേക്കും അടുക്കാൻ വയ്യാത്ത രീതിയിൽ തിരക്കായിരുന്നു. പുറത്തുനിന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ അതിലും തിരക്ക്. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് പുസ്തകങ്ങളൊക്കെ നോക്കി ഞങ്ങൾ പുറത്ത് കിടന്നു. പുറത്ത് കിടന്നപ്പോഴേക്കും നല്ല ചൂട് കാരണം ദാഹം തീർക്കണമല്ലോ. വീണ്ടും പുറത്തിറങ്ങി നാരങ്ങ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോയാൽ നമ്മൾ എന്തായാലും കൺഫ്യൂസ്ഡായി പോകുന്നൊരു സാധനമാണ് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന എന്താണ് കഴിക്കാമെന്ന്. ഓൾ ടൈം ഫേവറേറ്റ് മാങ്ങ ആയതുകൊണ്ട് ഞാൻ മാങ്ങ തന്നെ കഴിച്ചു. പിന്നെ പന്നിമിഠായി, ചായ, കടി തുടങ്ങി ഫുഡ് കഴിക്കലൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി. സെഷനൊന്നും കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ തിരക്കായതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് KLFിൻ്റെ വെന്യൂവിലോട്ട് പോയില്ല. ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ ജീവിതം എങ്ങനെ പോകുന്നു, ഇനി എങ്ങനെയാണ് ഭാവി കാര്യങ്ങൾ എന്നൊക്കെ തീരുമാനിച്ച് കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട് മെനഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിച്ചു പോയി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ. ചൂടും തിരക്കൊക്കെ ബിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആളുകൾക്ക് KLFിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടെയുള്ളൊരു കാര്യം മനസ്സിലാക്കി. ഒരുപക്ഷെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി വരുന്ന KLFിന് എന്തായാലും വീക്ക് ഡേയ്സിൽ പോകണം എന്നുള്ള ആഗ്രഹം കൂടെയുണ്ട്.